ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. ഈ പ്രതിസന്ധി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കാതിരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളി മറികടക്കുന്നതിനായി ഭരണപരമായ വേഗതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നും കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി. സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ മന്ത്രിമാർ വരെ ഫയലുകളിൽ ഉടനടി തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചുവപ്പ് നാടുകൾ കാരണം പദ്ധതികൾ വൈകുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നും നടപടിക്രമങ്ങൾ എത്രയും വേഗം ലളിതമാക്കണമെന്നും യോഗത്തിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധ സാഹചര്യങ്ങൾ നീണ്ടുപോയാൽ ഇന്ധന വിതരണത്തിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ ലഭ്യത കുറവ് പരിഹരിക്കാൻ ബയോഗ്യാസ്, സൗരോർജ്ജം തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പരമ്പരാഗത ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള പദ്ധതികൾക്ക് മന്ത്രാലയങ്ങൾ വലിയ മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.